CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എസ് സുദേവൻ തുടരും. വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്നുള്ള നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. PR വസന്തൻ, എസ് രാധാമണി, PK ബാലചന്ദ്രൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ആദ്യ ജില്ലാ സമ്മേളനത്തിൽ തന്നെ വലിയ തർക്കങ്ങൾക്ക് ഇട നൽകാതെ തന്നെ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. ഇത് പൊതുവെ നേതൃത്വത്തിന് ഗുണകരമാകുന്ന ഒരു കാര്യമാണല്ലോ. വിവാദങ്ങൾ ഒഴിച്ചു നിർത്തുവാൻ കഴിഞ്ഞിട്ടുമുണ്ട് അല്ലേ? ഏറ്റവും വിഭാഗീയ പ്രശ്നങ്ങൾ CPM-നെ വരച്ച ജില്ലയാണ് കൊല്ലം. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി ഒരു ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒരാൾ പോലും പങ്കെടുക്കാതെ, അതായത് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ പോലും പങ്കെടുക്കാതെയാണ് സമ്മേളനം നടന്നത്. അവിടെ ഒരു തർക്കവുമില്ലാതെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞ CPM-നെ ആശ്വസിക്കാം. സുദേവൻ തന്നെ ജില്ലാ സെക്രട്ടറിയെ തുടരും. അദ്ദേഹത്തിന്റെ മൂന്നാം ഊഴമാണിത്. തുടർച്ചയായ മൂന്നാം തവണ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് വരികയാണ്. സുദേവനെ മാറ്റണമെന്ന അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്ര ഒരു മാറ്റം ഇപ്പോൾ ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് CPM-നുള്ളത്. അതുകൊണ്ടാണ് സുദേവനെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിക്കാൻ CPM ജില്ലാ സമ്മേളനം തീരുമാനിച്ചത്. 46 കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ കരുനാഗപ്പള്ളി മേഖലയിൽ നിന്നുള്ള നേതാക്കളെ PR വസന്തൻ, DYFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കൊല്ലം ജില്ലാ സെക്രട്ടറി അംഗം PR വസന്തൻ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഒഴിവാക്കിയത്. PR വസന്തൻ, S രാധാമണി, PK ബാലചന്ദ്രൻ എന്നിവരെ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നേതാക്കളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചിന്താ ജെറോമിനെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അവർ സംസ്ഥാന സമിതി അംഗമായതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത്. അങ്ങനെ 6 പേർ പുതുതായി കമ്മിറ്റിയിലേക്ക് വരുന്നു. വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ജില്ലാ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് CPM നേതൃത്വം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എസ് സുദേവൻ മൂന്നാം തവണയാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആകുന്നത്.